ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ തുടങ്ങിയത് PRF ഞാൻ വരയ്ക്കുകയാണ്, എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് y given xi. See, ഇവിടെ xi ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ? ഇസ് എ ഫംഗ്ഷൻ ഓഫ് β1 പ്ലസ് β2 xi. See, ഇതൊരു 2 വേരിയബിൾ റിഗ്രഷൻ മോഡൽ. നമുക്ക് വളരെ ക്ലിയർ ആണ്, രണ്ട് വേരിയബിൾ മാത്രമേ ഉള്ളൂ. വൺ ഈസ് y, the other one is x. Y is dependent variable and there is one independent variable. That's why we call this model two variable regression model. This is two variable regression model. One dependent variable and one independent variable. ഇത് ഡിപെൻഡന്റ് വേരിയബിളിന്റെ കണ്ടീഷണൽ മീൻ ആണ് നമുക്കറിയാം. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y given xi. കണ്ടീഷണൽ മീൻ ഓഫ് y given x is a particular value. Given x is 80, given x is 100, given x is 260. The conditional mean of y. നമ്മൾ സ്റ്റോക്കാസ്റ്റിക് ഫോമിലാണ് ഈ PRF എഴുതുന്നതെങ്കിൽ നമുക്കറിയാം yi is equal to β1 plus β2 xi. അതായത് ഇതിന്റെ ഒപ്പം തന്നെ ഈ കണ്ടീഷണൽ മീനിന്റെ ഒപ്പം തന്നെ നമ്മൾ സ്റ്റോക്കാസ്റ്റിക് റാൻഡം വേരിയബിളും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്കാസ്റ്റിക് ഫോമിലുള്ള റിഗ്രഷൻ PRF നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ PRF. In case of a two variable regression model, there are only two variables. That is, this is our dependent variable, this is our independent variable. So two variable model. നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻകം ക്ലാസിക്കൽ. നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ ക്ലാസിക്കൽ ഇൻകം കൺസംഷൻ ഹൈപ്പോത്തിസിസ് ആണ്. ദാറ്റ് ഈസ് ഗിവൺ ബൈ കെയ്ൻസ്, ജെയിം കെയ്ൻസ്, സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. ഇതാണ് ഗുജറാത്തിയുടെ ബുക്കിൽ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് നമുക്കറിയാം. ദാറ്റ് മീൻസ് when income increases, consumption increases, but less than proportionately. That means income is the independent variable, consumption is the dependent variable. Income വർദ്ധിച്ചാൽ consumption വർദ്ധിക്കും, but less than proportionately. പക്ഷെ നമ്മൾ റിയൽ വേൾഡിൽ നമ്മൾ കൺസംഷന് പഠിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഏതൊരു എക്കണോമിക് ഫിനോമിനെ നമ്മൾ റിയൽ വേൾഡിൽ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ, it is not simple like this. It is not simple like a two variable model. That means consumption depends on, definitely it depends on income, but it depends not just on income. There are numerous other factors that influence consumption. നമ്മൾ ആ ന്യൂമറസ് അതർ ഫാക്ടേഴ്സിനെ എല്ലാം റിപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് UI കാണിച്ചിരിക്കുന്നത്. ബട്ട് UI, if there is some core determinants other than income on consumption, then we should include those core variables into the model. Peripheral variables anagil it's okay, we can instead of including all these peripheral variables, we can use the proxy, that is stochastic random variable. പക്ഷേ കോർ വേരിയബിൾസ് ഉണ്ട്, വളരെ സുപ്രധാനമായ വേരിയബിൾസ് ഉണ്ട് കൺസംഷനെ സ്വാധീനിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, ഇൻകത്തിന് കൂടാതെ നമ്മളൊരു നമ്പർ ഓഫ് ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. വെൽത്ത് ഓഫ് ദ ഫാമിലി. ഇൻകം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന, നമ്മൾ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. വെൽത്ത് എന്ന് പറയുന്നത് ദ അക്യുമുലേറ്റഡ് അസറ്റ് ആണ്. അക്യുമുലേറ്റഡ് അസറ്റ് ചിലപ്പോൾ അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നേരത്തെ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അസറ്റ്സ് ആയിരിക്കാം. സോ ദാറ്റ് ക്യാൻ ഓൾസോ ഇൻഫ്ലുവൻസ് അവർ കൺസംഷൻ പാറ്റേൺ. അപ്പൊ അത് നമ്മൾ ഈ മോഡലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതല്ലെങ്കിൽ ദ സൈസ് ഓഫ് ദ ഫാമിലി, സൈസ് ഓഫ് ദ ഫാമിലി ഓർ ദ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓഫ് ദ ഫാമിലി. നമ്മൾ റൂറൽ ഏരിയയിലാണോ അർബൻ ഏരിയയിലാണോ, നമ്മളുടെ നെയ്ബർഹുഡ് എങ്ങനെയാണോ, ഈസ് അവർ നെയ്ബർഹുഡ് കമ്പാരിറ്റീവ്ലി വെൽ ഓഫ്
ദെൻ നമ്മളും കൺസംഷൻ അതനുസരിച്ച് നമ്മൾ കൺസംഷൻ അതനുസരിച്ച് വർദ്ധിക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മളുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ചില ഏരിയയിൽ നമുക്കറിയാം ഒരു മെട്രോയിലാണ് താമസിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുതലാണെന്ന് പറയും, അല്ലെ ജീവിത നിലവാരം അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണെന്ന് പറയും. ദാറ്റ്സ് ബിക്കോസ് വി ആർ ലിവിങ് ഇൻ എ സബർ ഒരു മെട്രോ. സോ നമ്മുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ നമ്മുടെ കൺസംഷൻ സ്വാധീനിക്കാം. സോ പറഞ്ഞു വന്നത്, ഇൻ റിയൽ ലൈഫ് the things are a bit complex than two variable regression model. There are not just one factor that depends and independent that depends on another factor, or there will be more than one independent factors influencing and depending variable. There will be more than one independent variables influencing the dependent variable. That means ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് റിയൽ ലൈഫിൽ നമുക്ക് പലപ്പോഴും എക്കണോമിക് റിലേഷൻസിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള സ്റ്റഡി, ഭൂരിഭാഗം സ്റ്റഡീസും ദാറ്റ് വിൽ ബി മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ. സോ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന സ്റ്റഡീസ് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ ആയിരിക്കും. കാരണം there will be more than one independent variables influencing a dependent variable. നമ്മൾ ഡിമാൻഡ് പ്രൈസിന്റെ റിലേഷൻ പഠിക്കുകയാണെങ്കിൽ, ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് വേരിയബിൾ ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ്? പ്ലീസ് ടെൽ മീ. Dependent. Quantity demanded, dependent variable. You are right. Sorry, okay, you are right. Quantity demanded is dependent variable. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എഴുതുമ്പോൾ എന്താ എഴുതുക? ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ്, പ്രൈസസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്. അതിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, കോംപ്ലിമെന്ററി ഉണ്ട്, ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഡിറ്റു ഇടുന്നുണ്ട് അല്ലെ, ഡോട്ടഡ് ലൈൻ ഇടുന്നുണ്ട്. വൈ ദിസ് ഡോട്ടഡ് ലൈൻ? ദർ ആർ സം മോർ പെരിഫറൽ വേരിയബിൾസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഓക്കെ, നമ്മൾ ഈ മോഡല് ഒരു റിഗ്രഷൻ മോഡലായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട്? ഞാൻ ജസ്റ്റ് എഴുതിയാണ് ക്വാണ്ടിറ്റി, ഒരു PRF എഴുതിയാന്ന് വെച്ചു, സ്റ്റോക്കാസ്റ്റിക് ഫോമിൽ എഴുതിയാണ്. സോ ഞാൻ QD തന്നെ എഴുതിയാണ്. QD നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫങ്ഷണൽ ഫോം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫങ്ഷണൽ ഫോം എന്ത് ഫങ്ഷണൽ ഫോമാണ്? നമ്മൾ ഈ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ച ഫങ്ഷണൽ ഫോം എന്ത് ഫങ്ഷൻ? ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫങ്ഷണൽ ഫോംസ്. ലീനിയർ. ബട്ട് വി ആർ സ്റ്റഡിങ് ലീനിയർ ഫങ്ഷണൽ ഫോം അല്ലെ? There are non-linear functional forms: quadratic, cubic, exponential, logarithmic. നമുക്ക് നമ്മൾ പഠിക്കുന്നത് ബട്ട് ലീനിയർ ഫോമാണ്. അപ്പൊ നമുക്ക് ലീനിയർ ഫോമിൽ തന്നെ എഴുതാം. സോ ദർ ഈസ് β1 പ്ലസ് β2 പ്രൈസ് പ്ലസ് β3 പ്രൈസസ് ഓഫ്, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട്സ് തന്നെ എഴുതിയാണ്. റിലേറ്റഡ് കമ്മോഡിറ്റീസ് കുറിച്ച് ആംബിഗ്യൂറ്റി ഉണ്ട് അതിൽ അല്ലെ? റിലേറ്റഡ് കമ്മോഡിറ്റി ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് കോംപ്ലിമെന്ററി. സോ പ്ലസ് β4 പ്രൈസസ് ഓഫ് കോംപ്ലിമെന്ററീസ് C പ്ലസ് β5 income plus β6 taste and preferences. ഇതിനെല്ലാം നമുക്ക് I എന്ന് കാണിക്കാം. I എന്ന് കാണിക്കുന്നത് എന്താണ്? ക്രോസ് സെക്ഷണൽ ഡാറ്റ. ടൈം സീരീസ് ആണെങ്കിൽ നമ്മൾ T എന്നാണ് അതിന് പകരം കാണിക്കുക.
സോ ഐ എന്ന് പറയുന്നത് 1 to n നമ്മുടെ സാമ്പിൾ സൈസ് ആയിരിക്കും നമ്മൾ ഈ ഐ കാണിക്കുന്നത്. ഓക്കെ, പ്ലസ് യു ഐ. ഇപ്പൊ ഞാനിത് ജനറൽ ഫോമിലാണ് ഇങ്ങനെ എഴുതുന്നത്. നമുക്കറിയാം ഇവിടെ ഇതിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് സൈൻ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്? സോ ഇതൊരു ഞാൻ ലീനിയർ ഫോമിൽ ഒരു മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ ഇപ്പോൾ എഴുതിയിരിക്കുകയാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ എഴുതിയിരിക്കുകയാണ്. ഓക്കെ, QDI നമ്മുടെ സാമ്പിൾ സൈസ് n ആണ്. സപ്പോസ് പോപ്പുലേഷൻ ഐ കാണിക്കുന്നത് ഇവിടെ ഞാൻ പോപ്പുലേഷൻ ആണ് എഴുതിയിരിക്കുന്നത് അല്ലെ. ദിസ് ഇസ് PRF. ഇത് മൾട്ടിപ്പിൾ റിഗ്രഷനിൽ PRF ആണ്. അപ്പൊ പോപ്പുലേഷൻ ആണ്. PRF എന്ന് പറയുമ്പോൾ ഐ എന്ന് കാണിക്കുന്നത് പോപ്പുലേഷൻ സൈസ് മുഴുവനാണ് കാണിക്കുന്നത്. ഇപ്പൊ 1000 അല്ലെങ്കിൽ 1 to 1000 ആണ് കാണിക്കുന്നത്. സാമ്പിൾ എടുക്കുമ്പോഴാണ് നമ്മൾ മുകളിൽ ക്യാപ്പ് വരുന്നത് അല്ലെ. സോ ഇവിടെ നമ്മളിങ്ങനെ ജനറൽ ഫോമിൽ എഴുതുമ്പോൾ നമ്മളിങ്ങനെ ലീനിയർ ഫോം എല്ലാം ഇങ്ങനെ പ്ലസ് ആയിട്ട് എഴുതും. പക്ഷെ നമുക്കിവിടെ ഹൈപ്പോത്തൈസൈസ് ചെയ്യാം. നമുക്കൊരു സൈൻ നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് നമുക്കറിയാം. ഇത് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സൈൻ ഉണ്ട്. ഇവിടെ എന്ത് സൈൻ ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുക? പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡ് മൈനസ്. സോ വി റൈറ്റ് മൈനസ് സൈൻ ഹിയർ. ഇതാണ് നമ്മുടെ ഹൈപ്പോത്തസിസ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ വില കൂടിയാൽ ഇവിടുത്തെ ക്വാണ്ടിറ്റി ഡിമാൻഡിന് എന്ത് സംഭവിക്കും? കൂടും. സോ നമ്മൾ ഇവിടെ ഹൈപ്പോത്തസൈസ് ചെയ്യുന്നത് പ്ലസ് തന്നെയാണ് അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ വില കൂടിയാൽ അതിന്റെ ഡിമാൻഡാണ് കുറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ ഹൈപ്പോത്തസൈസ് ചെയ്യുന്നത് പ്ലസ് ആണ് ഹൈപ്പോത്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഹൈപ്പോത്തസിസ് പറയണേ. ഇവിടെയാണ് നമ്മുടെ സിമ്പിൾ എന്ന് പറയുന്നത്. പ്ലസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ദിസ് ഈസ് വാട്ട് ഈസ് വി എക്സ്പെക്ട്. കോംപ്ലിമെന്ററി വില കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡിമാൻഡ് കൂടും. സോ അതിന്റെ ഒപ്പം തന്നെ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന കമ്മോഡിറ്റിയുടെയും ഡിമാൻഡ് കൂടും അല്ലെ. സോ ഇവിടെ എന്തായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇത് വില കുറഞ്ഞാൽ ഇവിടെ കൂടും. സോ വി ഹൈപ്പോത്തസൈസ് സെയിം സിമ്പിൾ. ഈ പ്രൈസിന്റെ അതേ സിമ്പിൾ തന്നെയാണ് നമ്മൾ ഇവിടെ ഹൈപ്പോത്തസൈസ് ചെയ്യുന്നത്. കോംപ്ലിമെന്ററിയും ഈ പ്രൊഡക്റ്റും ഒരേപോലെയാണ് അതിന്റെ റിലേഷൻ വരുന്നത്. സോ വി ഹൈപ്പോത്തസൈസ് മൈനസ്. ഇവിടെയാണെങ്കിലും ഇൻകം കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. നമ്മുടെ ഹൈപ്പോത്തസിസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ, ദിസ് വിൽ ബി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ദിസ് ഈസ് വാട്ട് വി എക്സ്പെക്ട് അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ റിസർച്ചർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ് വരുന്നത് അതല്ലേ. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ചെയ്തത്. ഒന്നല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് എഴുതും. എന്നിട്ട് ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു, ഓൾട്ടർനേറ്റീവിൽ ലെസ് ദാൻ ഈക്വൽ ടു 0 എഴുതും. നേരെ അത് ഞാൻ ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയതാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇത് എക്സ്പെക്ടഡ് സൈൻ എന്ന് പറയുന്നത് അത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൽ വരേണ്ടതാണ്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയുള്ള ടേസ്റ്റ് കൂടിയാൽ, ഈ പ്രൊഡക്റ്റിനോടുള്ള ടേസ്റ്റ് വർദ്ധിച്ചാൽ ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എന്ത് സംഭവിക്കും? കൂടും. സോ പ്ലസ്. സോ ദീസ് ആർ ദ expected signs when we conduct an estimation. നമ്മൾ എസ്റ്റിമേഷൻ നടത്തുമ്പോൾ നമ്മൾ കിട്ടാൻ പോകുന്ന വാല്യൂസ്, ഈ β2ന്റെ വാല്യൂ നമ്മൾ നെഗറ്റീവ് ആയിരിക്കുന്നു എക്സ്പെക്ട് ചെയ്യുന്നു, β3യുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കുന്നു എക്സ്പെക്ട് ചെയ്യുന്നു, β4ന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കുന്നു എക്സ്പെക്ട് ചെയ്യുന്നു, β5ന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കുന്നു. സോ സി ഇവിടെ എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് കെ? നമ്മൾ കെ എന്നാണ് അതിനെ പറയുന്നത്. നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ നമ്മൾ കെ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓർക്കുന്നുണ്ടല്ലോ. ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചത് n മൈനസ് കെ പ്ലസ് 1. ഈ 1 എന്ന് പറയുന്നത്, ഈ സംഭവത്തിനെയാണ് നമ്മൾ ഈ 1 എന്ന് പറയുന്നത്. ഇന്റർസെപ്റ്റ് ആണ് 1. കോൺസ്റ്റന്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അതും കൂടി കൂട്ടിയാണ്. ഇപ്പൊ കെ എന്ന് പറയുന്നത് എന്താണ്? കെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്, അതിന്റെ കോഎഫിഷ്യൻ, അതിന്റെ കൂടെ ഓരോന്നിനും സ്ലോപ്പ് കോഎഫിഷ്യൻ ഉണ്ട് അല്ലെ. ഇവിടെ എത്ര സ്ലോപ്പ് കോഎഫിഷ്യൻസ് ഉണ്ട്?
ഇവിടെ 1, 2, 3, 4, 5 സ്ലോപ്പ് കോഎഫിഷ്യൻസ് ഉണ്ട്, 1 കോൺസ്റ്റന്റ് ഉണ്ട് അല്ലെ, 1 കോൺസ്റ്റന്റ്. ഇപ്പോ നമുക്ക് ആ 5 + 1 ഇത് 6 ആയിരിക്കും നമ്മുടെ എക്സാമ്പിളിൽ 6. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് 50 ആണ്. നമ്മൾ ഇത് ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്ന എപ്പോഴാണെന്ന് മനസ്സിലായല്ലോ, സാമ്പിൾ എടുക്കാൻ നേരത്താണ്. സാമ്പിൾ എടുക്കാൻ നേരത്താണ് ഈ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ പ്രശ്നമുള്ളൂ. PRF എന്ന് പറയുമ്പോൾ we are considering all items into consideration. അപ്പോഴും നമുക്ക് ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് k+1 എന്ന് എഴുതുമ്പോൾ നമുക്കിവിടെ 46 നമുക്ക് കിട്ടി. അതല്ലെങ്കിൽ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇങ്ങനെ എഴുതാറുണ്ട് അല്ലെ, n - k - 1 എന്ന് എഴുതാറുണ്ട്. രണ്ട് രീതിയിൽ ബ്രാക്കറ്റുകൾ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ n - 5 - 1, that will be also 46. So this is degree of freedom. അപ്പൊ k എന്ന് പറയുന്നത് actually the number of independent variables. So here the k is 5. There are 5 independent variables. 1, 2, 3, 4, 5. One is price. Second one is prices of substitute. Third one is prices of complementary. Fourth one is income of the consumer. Fifth one is taste and preferences. Okay, so നമുക്ക് ഒരു ഇതിനൊരു എക്സാമ്പിൾ ആണ് എഴുതിയിരിക്കുന്നത് അല്ലെ, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഫംഗ്ഷൻ. ഇത് എന്ത് റിഗ്രഷൻ മോഡലാണ്? ഇതിനെ നമുക്ക് എന്ത് റിഗ്രഷൻ മോഡൽ എന്ന് വിളിക്കാം? This is multiple regression model. Why we call this multiple regression model? More than one independent Here variable. we have more than one independent variable. If k is 1, then it is 2 variable regression model. Here k is 1. ഈ കേസിൽ k എന്ന് പറയുന്നത് 1 ആണ്. The number of independent variable is 1. So this is a 2 variable regression model. This is actually 5 variable regression, 6 variable, 5 independent variable and 1 dependent variable. So 5 + 1, 6 variable regression model. നമ്മൾ അതിനെ മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ എന്നാണ് വിളിക്കുക. മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലിന്റെ തുടക്കം എന്ന് പറയുന്നത്, if there are two independent variables, then it becomes multiple regression model. If there are 2 independent variables, it becomes a multiple regression model. So നമുക്ക് ആ ഒരു നമ്മൾ പഠിക്കാനായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടു ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ മൾട്ടിപ്പിൾ മോഡൽ ആയിരിക്കും. അതായത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാൻ പറ്റും, yi is equal to, let me write, yi is equal to, ഈ i എന്തുകൊണ്ടാണ് എഴുതുന്നത് നിങ്ങൾക്കറിയാലോ. i കാണിക്കുന്നത് ഡാറ്റ ഈസ് ക്രോസ് സെക്ഷണൽ. If data is time series, then it will become t. ഇത് t ആവും. ഓക്കെ, നമ്മൾ ക്രോസ് സെക്ഷണൽ ടൈം സീരീസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസിലേക്ക് നമ്മൾ ഇപ്പോൾ കടന്നിട്ടില്ല. അത് വഴി നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം റിയൽ വേൾഡിൽ നമ്മൾ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അനാലിസിസ് നടത്തുമ്പോഴാണ് നമുക്കതിന്റെ ആ ഒരു സബ്സ്ക്രിപ്റ്റിന്റെ മാറ്റം വരിക. മാത്രമല്ല ടൈം സീരീസ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ബ്രാഞ്ച് തന്നെയുണ്ട് പഠിക്കാനായിട്ട്. നമ്മൾ പക്ഷെ വി ആർ ഡീലിംഗ് വിത്ത് ദ ബേസിക്സ്. ഓക്കെ, വി വിൽ കം ടു ദാറ്റ് ഇൻ ഫ്യൂച്ചർ. അപ്പൊ ഞാനിവിടെ K2 ആണെങ്കിൽ മൾട്ടിപ്പിൾ റിഗ്രഷൻ തുടങ്ങിയാണ്, ഞാനൊരു ബേസ് മോഡൽ എഴുതിയാണ്. സോ ഞാൻ എഴുതുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഗുജറാത്തിയുടെ മോഡലിലാണ് ഇപ്പോൾ ഒരു എഴുതുന്നത്. സോ β1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. β1 സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് അടുത്ത സ്ലോപ്പ് കോഎഫിഷ്യന്റ് β2 ആയിരിക്കും. അതിനുശേഷം ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഗുജറാത്ത് ചെയ്തിരിക്കുന്നത് x2 എന്നുള്ള വേരിയബിളിന് പേര് കൊടുത്തിരിക്കുന്നത്. വേരിയബിൾ 1 തന്നെയാണ്. ഞാൻ ഇത് സ്റ്റുഡന്റ് മണ്ടിന്റെ എങ്ങനെ വരുന്നത്, മറ്റു ചില ബുക്കുകളിലൊക്കെ എങ്ങനെ വരുന്നത് കാണിച്ചത്.
ഇത് ആക്ച്വലി വേരിയബിൾ 1 തന്നെയാണ്. 2 കാണിച്ചിരിക്കുന്നത് 1നെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. കാരണം ഇത് മാച്ച് ചെയ്ത് വരാൻ വേണ്ടിയാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഞാനപ്പോ നമ്മളെ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നത് കൊണ്ട് അതേ പാറ്റേണിൽ എഴുതിയെന്നുമാണ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് വേരിയബിൾ. ഓക്കെ, ബീറ്റ 3 ആ 3നോട് മാച്ച് ചെയ്ത് വരാൻ വേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്ന ടെക്നിക്കാണ് x3. വേരിയബിളിന് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. 1 കൊടുക്കുന്നത് യാതൊരു നിർബന്ധമില്ല. ഇപ്പൊ ഇവിടെ K2 ഇവിടെ പ്ലസ് UI സി. ഇവിടെ എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്? What is the number of K? 2. K is 2. നമുക്ക് രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണുള്ളത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സോ ഇതാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലിന്റെ തുടക്കം. ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ ഈസ് ദിസ്. കാരണം എന്താണ്, ഇത് ഒന്നാണെങ്കിൽ K ഒന്നാണെങ്കിൽ അത് എന്തായി മാറും? 2 വേരിയബിൾ ആവും. ഇവിടം വരെ വരുള്ളൂ അല്ലെ? ഈ ഭാഗം ഉണ്ടാവില്ല, ഇതുണ്ടാവില്ല. അപ്പൊ അതിനെ നമ്മൾ 2 വേരിയബിൾ റിഗ്രഷൻ മോഡൽ എന്നാണ് വിളിക്കുക. ഇവിടെ ഒന്നിൽ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ. അപ്പൊ ഒന്നിൽ കൂടുതൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാവുന്നത് 2 ആണ് അല്ലെ? ഒന്നിന്റെ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത് തുടക്കം എന്താണ്? 2 ആണ്. സോ നമ്മൾ 2 വേരിയബിളിലാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. 2 വേരിയബിൾ 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. അതായത് ദാറ്റ് ഈസ് ദ ബിഗിനിങ് പോയിന്റ് ഓഫ് എ മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു മോഡലായിരിക്കും ഫോക്കസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? K is equal to 2. ഇനി നമുക്ക് ജനറൽ K വേരിയബിൾ മോഡൽ ഉണ്ട്. ഞാൻ മെട്രിക്സ് അപ്രോച്ചിലേക്ക് വരാണ്. ജനറൽ K വേരിയബിൾ മോഡൽ സിമ്പിൾ ആണ്. ഞാൻ ഇതിനോടൊപ്പം തന്നെ തുടർന്നങ്ങ് പറയാം. ജനറൽ K വേരിയബിൾ നമുക്ക് നമ്പർ ഇല്ല എന്ന് വിചാരിക്കാം. സപ്പോസ് ദർ ഈസ് നോ നമ്പർ. അതിനു മുൻപ് ഞാൻ സ്റ്റുഡന്റ് മണ്ടിന്റെ മോഡലിൽ എങ്ങനെയാണ് 2 വേരിയബിൾ എഴുതുന്നത് കൺഫ്യൂസ്ഡ് ആവേണ്ട. നമുക്ക് ഏതെങ്കിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് yi ഈസ് ഈക്വൽ ടു, അത് എഴുതുന്നത് β0 വെച്ചിട്ടാണ്. β0 നമുക്കറിയാം. ഈ സ്ലോപ്പ് കോഎഫിഷ്യന്റിനൊക്കെ അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് കോഎഫിഷ്യന്റിനൊക്കെ ഗ്രീക്ക് ആൽഫബറ്റ്സ് ആണ് കൊടുക്കുന്നത്. അത് ഇഷ്ടമുള്ളത് കൊടുക്കാം. ആൽഫ കൊടുക്കാം, ബീറ്റ കൊടുക്കാം. സോ ചില ബുക്കിൽ അതിനൊക്കെ ഒരേ അർത്ഥമുള്ളൂ. അതായത് ഇന്റർസെപ്റ്റിന് ഇന്റർസെപ്റ്റ് എന്നും സ്ലോപ്പിന് സ്ലോപ്പ് എന്നുള്ള അർത്ഥമാണല്ലോ. അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് പല ഗ്രീക്ക് ആൽഫബറ്റ്സ് ഉപയോഗിക്കുന്നത് മാത്രം. ചിലർ ലാംഡ ആയിരിക്കും ഉപയോഗിക്കുക, ചിലർ ഗാമ ആയിരിക്കും ഉപയോഗിക്കുക, ചിലർ ഡെൽറ്റ ആയിരിക്കും ഉപയോഗിക്കുക. ഇറ്റ് ഡിപ്പെൻസ്. ആൽഫ ആയിരിക്കും ഉപയോഗിക്കുക, ചിലർ ABCD ഉപയോഗിക്കാം. ഇറ്റ് ഡിപ്പെൻസ്. സോ അതിനൊന്നും വിഷയമല്ല. ഇത് ബീറ്റ അദ്ദേഹം ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഒരു β1 x1 ആയി. സോ C1 ഇത് എന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ β1 ഇവിടെ β2 ചെയ്തിട്ട് x1 എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ എ ബിറ്റ് ഓഫ് കൺഫ്യൂസിങ്. അത് മാച്ച് ചെയ്ത് പോകാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. സോ β2 x2 അപ്പോഴും ആ കോഎഫിഷ്യന്റിന്റെയും വേരിയബിളിന്റെയും നമ്പർ ഈക്വൽ ആയി വരാൻ വേണ്ടിയാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. സ്ലോപ്പ് കോഎഫിഷ്യന്റിന്റെയും വേരിയബിളിന്റെയും നമ്പർ ഈക്വൽ ആയി വരാൻ വേണ്ടിയാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് പാറ്റേൺ ഫോളോ ചെയ്യുമ്പോഴും അതിൽ ഒരുപാട് എക്സാമ്പിളുകൾ ഇങ്ങനെ തുടർന്ന് വരുന്നത് കൊണ്ട് ഞാൻ ഈ പാറ്റേണിൽ തന്നെ ഫോളോ ചെയ്യണം. സോ വി വിൽ ബി ഫോളോയിങ് ദിസ് പാറ്റേൺ. ഓക്കെ, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. രണ്ടും എന്താണ്? രണ്ടും 2 വേരിയബിൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ 2 വേരിയബിൾ അല്ല, സോറി, മൾട്ടിപ്പിൾ റിഗ്രഷൻ വേരിയബിൾ മോഡൽ. ക്ലിയർ ആയല്ലോ നിങ്ങൾക്കത്? നമുക്ക് ഗുജറാത്തിയുടെ ബുക്ക് ഫോളോ ചെയ്യുന്ന പോലെ തന്നെ ഇത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി സ്റ്റുഡന്റ്മെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഇവിടെ ഈ സ്റ്റോക്കാസ്റ്റിക് വേരിയബിളിന് പകരം അദ്ദേഹം ഉപയോഗിക്കുന്നത് എപ്സിലോൺ എന്നുള്ളൊരു വാക്കാണ്. എപ്സിലോൺ. അപ്പൊ ഓരോരുത്തർ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതാണ് സ്റ്റുഡന്റ്മെന്റിന്റെ എപ്സിലൺ എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതൊരു ഗ്രീക്ക് ലെറ്റർ തന്നെയാണ് എപ്സിലൺ. ഇത് സെയിം മീനിങ് തന്നെയാണ് സ്റ്റോക്കാസ്റ്റിക് ഡിസ്റ്റർബൻസ്, സ്റ്റോക്കാസ്റ്റിക് ഡിസ്റ്റർബൻസ്.
ഓക്കെ. അപ്പോൾ ഓരോ ബുക്കിലും അതനുസരിച്ച് നൊട്ടേഷൻസ് മാറും മാത്രം. ഡോൺ വറി അബൌട്ട് ദാറ്റ്. വി വിൽ ഫോളോ ഗുജറാത്തി റൈറ്റ്. ഓക്കെ. ഇനി ഞാനൊരു ജനറൽ കെ മോഡൽ എന്നുള്ള ഒരു ഇത് കാണിച്ചു അല്ലെ. ഇവിടെ ജനറൽ കെ വേരിയബിൾ മോഡൽ. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമ്മൾ കെ വേരിയബിളിന് നമ്മളിപ്പോ കെ വേരിയബിളിന് നമ്മൾ 5 എന്നും 2 എന്നും ഒക്കെ നമ്പർ കൊടുക്കാതെ കെ വേരിയബിൾ ജനറൽ ആയിട്ട് നമ്മളൊരു വേരിയബിൾ സ്പെസിഫിക്കലി നമ്മളൊരു നമ്പർ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് എഴുതാൻ പറ്റും? എങ്ങനെ എഴുതാൻ പറ്റും അങ്ങനെയാണെങ്കിൽ? നമുക്ക് ഒരു ജനറൽ കെ വേരിയബിൾ എങ്ങനെ എഴുതാം? സോ വി വിൽ റൈറ്റ് എ ജനറൽ കെ വേരിയബിൾ ലൈക്ക് yi is equal to beta 1 plus beta 2 x2y, okay, plus beta 3 x3i. ഇനി ഞാൻ കെ എത്രയാണ് സ്പെസിഫൈ ചെയ്യുന്നില്ല, ജനറൽ കെ ആണ് അല്ലെ. അപ്പൊ നമ്മള് കെ എന്ത് നമുക്കിങ്ങനെ ഡോട്ടഡ് ലൈൻ കാണിക്കുകയാണ്, കാരണം എത്ര വേണമെങ്കിലും ആവാം കെ. പ്ലസ് ബീറ്റ കെ, നമ്മള് ഈ കെ ക്യാൻ ബി 5, കെ ക്യാൻ ബി 6, എക്സ് കെ ഐ പ്ലസ് യു ഐ. ഇതാണ് ജനറൽ കെ വേരിയബിൾ മോഡൽ എന്ന് പറയുന്നത്. എന്താണ്? കെ ക്യാൻ ബി എനി നമ്പർ. If k is 2, we will write like this. If k is 5, we will write like this. The model will be instead of if k is 5, what നമ്മുടെ ഈ മോഡൽ എവിടെ വന്ന് അവസാനിക്കും? ബീറ്റ 5 എക്സ് കെ 5 എക്സ് 5 ഐ എന്ന് വന്ന് അവസാനിക്കും. ഇഫ് അപ്പൊ നമുക്ക് ഇവിടെ 5 വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ അഞ്ചാമത്തെ ഇവിടെ 2 തുടങ്ങുന്നതുകൊണ്ട് ഇറ്റ് വിൽ ബി 1 2, പിന്നെ നമ്മളൊരു 3 എഴുതും, 4 എഴുതും, 5 എഴുതും. ദിസ് വിൽ ബി 5. നമ്മൾ എഴുതി വരുമ്പോഴത് ഇതിപ്പോ 2 നമ്മൾ എഴുതി, ഇനി ഒരു മൂന്നാമത്തെ ഒന്നും കൂടി എഴുതും, നാലാമത്തെ ഒന്നും കൂടി എഴുതും, അഞ്ചാമത്തെ എഴുതും. അപ്പൊ ഇനി ഇത് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ്, ഫോർത്ത്. അപ്പൊ ഇവിടെ നമുക്ക് ശരിക്കും വരുമ്പോൾ 6 എന്നായിരിക്കും വരിക കെ വേരിയബിൾ മോഡൽ. ഇനി സപ്പോസ് k is equal to 4. k is equal to 4. എങ്ങനെ ആ വേരിയബിൾ നമുക്ക് എങ്ങനെയായിരിക്കും അത്? ഇത് ജനറൽ ആണ്. k can be any value, but it should be more than 1 for a multiple regression model. ഇതാണ് എന്റെ ജനറൽ മോഡൽ. ഇതിനെയാണ് നമ്മൾ ജനറൽ കെ വേരിയബിൾ മോഡൽ എന്ന് പറയുന്നത്. വേരിയബിൾ കെ ക്യാൻ ബി എനി നമ്പർ. 4 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 ആണെങ്കിൽ ഒന്ന് പറയാമോ നിങ്ങൾ? 4 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സിന്റെ എണ്ണം 4 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ബീറ്റ 4 ആയി വരും. പറഞ്ഞോളൂ. ബീറ്റ 1 plus beta 2 x2i plus beta 3 x3i plus beta 4 x. അതൊക്കെ ഒന്ന് തീർക്കേണ്ടത്. ഓക്കെ സർ. ഓക്കെ. നെക്സ്റ്റ് ഇനി ബീറ്റ 3 x3i plus beta 4 x3i plus beta 4 x4i plus ui. അപ്പൊ 3 വേരിയബിൾ അല്ലേ ഉള്ളൂ? അയ്യോ സോറി, beta 5 plus beta 5. അവിടെയാണ് നമ്മൾ ഈ 2 വരുമ്പോൾ കൺഫ്യൂഷൻ വരുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്? നമ്മൾ ഇത് തന്നെയാ മതി. ബീറ്റ 5 x5i plus ui. Okay. Now it is, if k is 4, this will be our
format. So k can be any variable. If it is a multiple regression, we know for certain that k is greater than 1. ഒന്നിനേക്കാൾ അധികമായിരിക്കുന്നു മാത്രമേ നമുക്കറിയുള്ളൂ. പക്ഷെ ഏത് വേണമെങ്കിലും ആവാം. നമുക്കറിയാലോ, നമ്മൾ റിയൽ വേൾഡിൽ എടുക്കുമ്പോൾ എത്ര വേരിയബിൾ വേണമെങ്കിലും ആവാം. ഞാൻ നിങ്ങളുടെ അടുത്തൊരു ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ കുറിച്ച് അറിയാൻ വേണ്ടി, സപ്പോസ് I want to study what influences your mark. നിങ്ങളുടെ മാർക്കിനെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എനിക്ക് പഠിക്കണം. നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ 20 പേരുടെ ഡാറ്റ എടുക്കുകയാണ്, പോപ്പുലേഷൻ ആയപ്പോൾ. ഓക്കെ, എന്തൊക്കെ ഇൻഡിപെൻഡന്റ് ഫാക്ടേഴ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റും? Can you please list out some independent factors, independent variables that influence your mark? എത്ര വേരിയബിൾ കിട്ടും നമുക്ക് അറിയാൻ പറ്റിയ? ടൈം, അതായത് the number of time that you study, അല്ലേ? number of hours പോലെ. Okay, number of hours that you take to study. അപ്പൊ ഞാനത് ഒന്നാമത്തെ വേരിയബിൾ ആയിട്ട് x1 ആയിട്ട് ഞാൻ number of hours of study. ഇപ്പൊ 2 വേരിയബിൾ ആയി. ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമുക്ക് പറഞ്ഞല്ലേ, അല്ല നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ പറഞ്ഞല്ലോ. എന്താണ് നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിൾ? മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് ഓർ മാർക്ക്. ഈ ഒരു കാര്യം മാത്രമേ സ്വാധീനിക്കുന്നുള്ളൂ. എത്ര സമയം പഠിച്ചു എന്നത് മാത്രമേ നിങ്ങളുടെ മാർക്കിനെ സ്വാധീനിക്കുന്നുള്ളൂ. Is it 2 variable regression model? No. Yes. അല്ല, ഇനിയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. പറഞ്ഞു. x2, അടുത്ത ഫാക്ടർ പോരട്ടെ. The number of class hours ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ? ഉണ്ട് സർ. അതല്ലെങ്കിൽ നമ്പർ ഓഫ് ടീച്ചിങ് അവേഴ്സ് അല്ലേ? അതുണ്ട്. ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മള് ഒരു ഡിസ്കഷനിലൂടെ ഞാനത് പറയുകയാണ്. നമ്പർ ഓഫ് ക്ലാസ് അവേഴ്സ് നമുക്ക് ആക്കാം. ഓക്കെ, അതല്ലെങ്കിൽ നമ്പർ ഓഫ് അവേഴ്സ് ദാറ്റ് ടീച്ചേഴ്സ് ടേക്ക് ഇൻ എ സെമസ്റ്റർ, നമ്പർ ഓഫ് ക്ലാസ് അവേഴ്സ്. അത് എത്രത്തോളം സ്വാധീനിക്കുന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഓക്കെ, നമ്പർ ഓഫ് ക്ലാസ് അവേഴ്സ്. ഇനി വേറെ എന്തെങ്കിലും സ്വാധീനിക്കുന്നുണ്ടോ? ഇപ്പൊ k ഈക്വൽ ടു സ്റ്റുഡൻസിന്റെ എബിലിറ്റി. ഓക്കെ, ഇന്റലിജൻസ് നമുക്ക് അങ്ങനെ എടുക്കാം അല്ലെ? IQ, IQ of the student. ഇപ്പൊ IQ ഒക്കെ മെഷർ ചെയ്യാനായിട്ട് പല മാർഗങ്ങളുണ്ടല്ലോ. IQ-നൊക്കെ പല സ്കെയിലുകളൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, IQ of the student. ഇനി വേറെ ഇപ്പൊ k ഈക്വൽ ടു 3 ആയി. Any other factors? ഞാനൊരു ഫാക്ടർ പറയട്ടെ, x4. ചിലപ്പോൾ ഇത് രണ്ടും ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ കോറിലേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോറിലേഷൻ മീൻസ് മൾട്ടി കോളിനിയാരിറ്റി എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ പഠിക്കും, അതുണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞാൻ പറയാം, യുവർ BA മാർക്ക് നിങ്ങളുടെ BA യുടെ മാർക്ക്
അതെങ്ങനെ നിങ്ങളുടെ ഇപ്പോഴത്തെ മാർക്കിനെ സ്വാധീനിക്കും? അതുണ്ടെങ്കിലല്ലേ PGക്ക് വരാൻ പറ്റുള്ളൂ. അല്ല, PGക്ക് വന്നല്ലോ, വന്നതിന് ശേഷമുള്ള മാർക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഡിഗ്രിക്ക് ജനറലി പറയാം, ഡിഗ്രിക്ക് ഒരു ഉയർന്ന മാർക്ക് വാങ്ങിക്കുന്ന കുട്ടി PGക്ക് ഉയർന്ന മാർക്ക് വാങ്ങിക്കും. ജനറലി ആണ്. ബേസിക്സ് നല്ലോണം അറിയാൻ പറ്റും സബ്ജക്റ്റിനെ കുറിച്ച്. ബേസിക്സ് അറിയാം. IQ ലെവൽ ഹൈ ആണെങ്കിലായിരിക്കും ഈ ഉയർന്ന മാർക്ക് കിട്ടാനായിട്ട് പറ്റുക. അതിന് ഓൾറെഡി ഒരു ഹാർഡ് വർക്കിംഗ് മെന്റാലിറ്റി ഉണ്ടാവാം, അംബീഷ്യസ് ആയിരിക്കും, അങ്ങനെ പല ഫാക്ടേഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ BA മാർക്ക് ഉയർന്നൊരു കുട്ടിയാണെങ്കിൽ ജനറലി താഴ്ന്നു പോകാറുണ്ട്. ജനറലി, ഞാൻ എപ്പോഴും സ്പെസിഫിക്കലി പറയുന്നു, ഇറ്റ് ഈസ് ജനറൽ കേസ്. ഹ്യൂമൻ ബിഹേവിയർ ആണല്ലോ, നമുക്ക് ഇതിനൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും. വി ആർ സ്റ്റഡിങ് അബൌട്ട് ദ ഹ്യൂമൻ ബീങ്സ്. സോ ഡിഗ്രിക്ക് PGക്ക് വന്നപ്പോഴായിരിക്കും പഠിക്കാനുള്ള താല്പര്യം തോന്നിയത്, അങ്ങനെയാണെങ്കിൽ പഠിച്ചു പോകുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ അല്ലാതെ ജനറൽ കേസിൽ ഡിഗ്രിയുടെ മാർക്ക് നമ്മുടെ മാർക്കിനെ സ്വാധീനിക്കാം. വേറൊരു ഫാക്ടർ ഞാൻ പറയട്ടെ, ചില സ്റ്റഡീസിൽ ഉപയോഗിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ. യു ക്യാൻ കണ്ടസ്റ്റ് ഓൺ ദാറ്റ്. എതിർക്കാം. മന്ത്ലി ഇൻകം ഓഫ് ദ സ്റ്റുഡന്റ്, മന്ത്ലി ഇൻകം ഓഫ് ദ ഹൗസ് ഹോൾഡ്, അല്ലെങ്കിൽ ഇൻകം ഓഫ് ദ ഹൗസ് ഹോൾഡ് ഫ്രം വിച്ച് ദാറ്റ് സ്റ്റുഡന്റ് കംസ്. മന്ത്ലി ഇൻകം, നോട്ട് ദാറ്റ് ഓഫ് സ്റ്റുഡന്റ്, ഓഫ് ദ ഹൗസ് ഹോൾഡ്, ആ കുടുംബത്തിന്റെ മന്ത്ലി ഇൻകം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മന്ത്ലി ഇൻകം കൂടുതലുള്ള ഒരു ഇതുണ്ടെങ്കിൽ, ജനറൽ കേസാണ്, ഞാൻ എന്റെ സ്റ്റഡി ആയിട്ട് പറയണല്ല, പലരും പഠിച്ച ഒരു പാറ്റേണിൽ ഈ ഫാക്ടറും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിട്ട് കാണുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മന്ത്ലി ഇൻകം ഉണ്ടെങ്കിൽ, മന്ത്ലി ഇൻകം ഹൈ ആയിട്ടുള്ള ഒരു കുട്ടികൾ, ഇൻകം എങ്ങനെയാണ് അവരുടെ എഡ്യൂക്കേഷനെ സ്വാധീനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ സ്വന്തമായിട്ട് പഠിക്കാനായിട്ട് ഒരു മുറി കിട്ടുക എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ അവരുടെ മാർക്കിനെ കൂട്ടാൻ സാധിക്കും. അല്ലെങ്കിൽ അവർ പഠിച്ചു വന്ന അവർക്ക് കൊടുത്ത കോച്ചിങ്, അതല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ പ്രൈവറ്റ് ട്യൂഷൻ കൊടുക്കാം, അതല്ലെങ്കിൽ അവർ പഠിച്ചു വന്ന സ്കൂളിന്റെ ലെവൽ, അവരുടെ അപ്ബ്രിങ്ങിങ്ങിന്റെ, മന്ത്ലി ഇൻകം കൊണ്ടുണ്ടാവുന്ന പല നമ്മളറിയാതെ കുറെ ഫിൽട്ടർ ചെയ്ത് കിട്ടുന്ന ഗുണങ്ങളുണ്ട്. ഇതൊക്കെ സ്വാധീനിക്കുന്ന ജനറൽ കേസുകൾ ഞാൻ പറയുന്നത്. ഇൻഡിവിജ്വലി ദർ ആർ സോ മെനി എക്സെപ്ഷൻസ്. വളരെ പൂർ ഫാമിലിയിൽ നിന്ന് വളരെ എക്സലന്റ് ആയിട്ട് പഠിച്ച് മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളുണ്ട്. ഐ അക്സെപ്റ്റ് ദാറ്റ്. ജനറലി ദീസ് തിങ്സ് ക്യാൻ ഇൻഫ്ലുവൻസ് യുവർ മാർക്ക്. അപ്പൊ മന്ത്ലി ഇൻകം ഒരു ഫാക്ടറായിട്ട് കണക്കാക്കുന്ന, ഇനി നമുക്കത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡാറ്റ കളക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് റെലവെന്റ് അല്ല എന്ന് നമുക്ക് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിലൂടെ ടെസ്റ്റ് ഒക്കെ നടത്തി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. But before studying, we can discuss on these many factors, and when we collect the data and when we estimate and when we hypothesis test, some of the factors will be relevant, some other will be irrelevant, insignificant. So we just disregard them as statistically insignificant. So ഇവിടെ എത്ര K ഉണ്ട്? ഈ എക്സാമ്പിൾ എത്ര K ഉണ്ട്? ഇവിടെ 5 ആയി അല്ലെ? 5 ആയി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചായിരിക്കും നമ്മളിവിടെ ഈ മോഡൽ എക്സ്പാൻഡ് ചെയ്തത്. സോ K എന്ന് പറയുന്നത്, പറഞ്ഞു വന്നത് ഇതാണ്, K എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. സോ നമ്മൾ ജനറൽ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? നമുക്കറിയില്ലല്ലോ സ്പെസിഫിക് ഫോം. ഇതിപ്പോ നമുക്കൊരു സ്പെസിഫിക് ഫോം ആണ് അല്ലെ, നമ്മളിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു മോഡലാണ്. ഇത് നമ്മുടെ ഒരു സ്പെസിഫിക് മോഡലാണ്. ആ മോഡൽ നമ്മൾ തീരുമാനിച്ചപ്പോൾ അതിൽ K 5 ആയിട്ട് വന്നു. ഇപ്പോ വേറൊരാളാണ് ഈ മോഡൽ എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ മന്ത്ലി ഇൻകം എടുക്കില്ലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 4 ആയിട്ട് വരും അയാളുടെ മോഡലിൽ. ഇനി വേറൊരാളുടെ എടുക്കുന്ന മോഡലിൽ ചിലപ്പോൾ അവർ 3 കാര്യങ്ങൾ മാത്രമേ എടുക്കുള്ളായിരിക്കും. അപ്പൊ അതും മൾട്ടിപ്പിൾ റിഗ്രഷൻ ആണ്. ചിലവര് 2 കാര്യങ്ങൾ മാത്രമേ എടുക്കുള്ളായിരിക്കാം, അവേഴ്സ് ഓഫ് സ്റ്റഡിയും നമ്പർ ഓഫ് ക്ലാസ് അവേഴ്സ് മാത്രമേ എടുക്കുള്ളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതും മൾട്ടിപ്പിൾ റിഗ്രഷൻ ആണ്. ചില ആളുകൾ മോഡൽ എടുക്കുമ്പോൾ നമ്പർ ഓഫ് അവേഴ്സ് ഓഫ് സ്റ്റഡി മാത്രം എടുത്തോളൂ. അപ്പൊ 2 വേരിയബിൾ ആയത്. അപ്പൊ K ജനറൽ മോഡൽ എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് ദ ജനറൽ K വേരിയബിൾ മോഡൽ. ഇത്രയുള്ളൂ ജനറൽ K വേരിയബിൾ മോഡൽ എന്ന് പറയുന്നത്. yi is equal to beta1 plus beta2 x2i plus beta3 x3i plus dot ഇടുക plus beta k. This is the last independent variable number. 5 ആണെങ്കിൽ 5,
ഇവിടെ നമ്മൾ ഈ 2 എഴുതുമ്പോൾ നിങ്ങൾ നോക്കണം, ഇവിടെ 1 നമ്മൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞുകൊണ്ട് ഇവിടെ 5 ആണ് നമ്മൾ എഴുതെങ്കിൽ ഇവിടെ 6 എഴുതണം. ഓക്കെ, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ഈ മോഡലിലാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സ്റ്റുഡന്റ് മണ്ടിന്റെ മോഡലിലാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ 1 വിട്ട് കളഞ്ഞുകൊണ്ടാണ് അത് നോക്കേണ്ടത് കേട്ടോ. അവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. ബീറ്റ കെ, അത് നിങ്ങൾ പക്ഷെ ജനറൽ മോഡൽ എഴുതുമ്പോൾ നിങ്ങൾ കെ എന്ന് എഴുതിയാൽ മതി. കെ ഇസ് ദ ലാസ്റ്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഇറ്റ് ഈസ് ദ സ്ലോപ്പ് കോഎഫിഷ്യന്റ് ഓഫ് ദാറ്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ? ആ സർ. ഓക്കെ, ഇനി ഈ മോഡൽസിനെ എല്ലാം നമുക്ക്, ഇതെല്ലാം ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന എല്ലാം സ്റ്റോക്കാസ്റ്റിക് ഫോമിലല്ലേ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം PRF ആണ് എഴുതുന്നത്. നമ്മൾ ശരിക്കും പഠിക്കുന്നത് എന്താണ്? SRF ആണ് പഠിക്കുന്നത് അല്ലേ? നമ്മൾ ശരിക്കും പഠിക്കുന്നത് SRF ആണ്. പക്ഷെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ PRF ആണ്, പക്ഷെ നമ്മൾ SRF പഠിക്കുന്നതിന് വേണ്ടിയാണ്. ടു അപ്രോക്സിമേറ്റ് ഓൺ PRF. We are taking a sample to approximate on, to get an approximate idea on population. We are taking a sample to get an approximate idea on population. Approximation of population. അപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷൻ പറയുമ്പോൾ നമുക്ക് ഇതിന് വേറൊരു ഫോമിലും കൂടി എഴുതാലോ. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y given xi. സ്റ്റോക്കാസ്റ്റിക് ഫോമിലല്ല, ഇത് xi എന്ന് പറയുമ്പോൾ xi xk i എന്ന് എഴുതാം നമുക്ക്. കാരണം k 1 ആവാം 2 ആവാം. That is equal to beta 1 plus beta 2 x2i plus beta 3 x3i plus dot plus beta k xk i. ഇങ്ങനെ എഴുതാം. ഇവിടെ സ്റ്റോക്കാസ്റ്റിക് ഫോം എഴുതേണ്ട കാര്യമില്ല. കാരണം എന്താണ്? നമ്മൾ എക്സ്പെക്ടഡ് ഫോം ആണ്, എക്സ്പെക്ടഡ് വാല്യൂ ആണ് എഴുതുന്നത്. ഇതിന്റെ കൂടെ എററും കൂടി ചേരുമ്പോഴാണ് അത് ആക്ച്വൽ ആവുന്നത്. ഇത് കണ്ടീഷണൽ മീൻ ആണ്. ഈ കണ്ടീഷണൽ മീനിന്റെ കൂടെ നമ്മൾ എററും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് ആക്ച്വൽ വാല്യൂ കിട്ടുന്നത്. അപ്പോ ദിസ് ഈസ് ദ ആവറേജ്. നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ അല്ലെ? അതായത് നമ്മൾ പോപ്പുലേഷൻ റിഗ്രഷൻ മോഡൽ ഇങ്ങനെ നമ്മൾ പോപ്പുലേഷൻ റിഗ്രഷൻ മോഡൽ ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ ഇതാണ് പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ അല്ലെ? ഇതിലുള്ള എല്ലാ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടീഷണൽ മീൻ എന്ന് വിളിക്കുന്നത് അല്ലെ? പക്ഷെ ആക്ച്വല് എവിടെയാവാം? ആക്ച്വല് ഇങ്ങനെ പല പല സ്ഥലങ്ങളിലാവാം ആക്ച്വൽ. അപ്പോൾ ഈ ആക്ച്വലും കണ്ടീഷനും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ യു എന്ന് വിളിക്കുന്നത്. ആ യു നമ്മൾ ഈ ആക്ച്വൽ ഇത് എഴുതാൻ നേരത്ത് നമ്മൾ യു എഴുതുന്നത് കാര്യമില്ല. ഇതും അതേസമയം നമ്മൾ ഇത് എഴുതാൻ നേരത്ത് നമ്മൾ യു എഴുതണം. കാരണം ഇതും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ യു എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് എഴുതാൻ നേരത്ത് ഇതിന്റെ കൂടെ നമ്മൾ ഇതും കൂടി കൂട്ടുമ്പോഴാണ് യു ആവുന്നത്. അപ്പൊ യുവിന് പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും. നമ്മൾ ഇവിടെ ആണ് y എങ്കിൽ ഇവിടെ നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ഇത് ഇപ്പോ കൂടുതലാണ്. അപ്പൊ ഇവിടെ യു എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നമ്മൾ -u ആയിരിക്കും വരിക ഈ ഭാഗത്ത്. ഇവിടെയാണെങ്കിൽ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ നമ്മൾ യു കൂടി കൂട്ടിയാലാണ് നമുക്ക് ഇത് കിട്ടുക. മനസ്സിലായോ? ഈ y എഴുതിയിരിക്കുന്നത് എന്താണ്? ഈ yi കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് yi ഗിവൺ xi ആണ് അല്ലെ? അതിന്റെ കൂടെ ഈ ui കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഇവിടെയാണെങ്കിലും ഇവിടെ ഈ എക്സ്പെക്ടഡ് ഇവിടെ yi കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y ഗിവൺ xi നിന്ന് ui കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് കിട്ടൂ. അപ്പൊ ui ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ദിസ് ക്യാൻ ബി പോസിറ്റീവ്, ക്യാൻ ബി ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്. അപ്പോൾ yi എഴുതുന്നത് ഇവിടെ നമ്മൾ yi ആണ് എഴുതിയിരിക്കുന്നത്. സോറി, ഇവിടെ എല്ലാം ഞാൻ എഴുതിയിരിക്കുന്ന മോഡൽ
വൈ ഐ ആണ് ഇട്ടിരിക്കുന്നത്. ആക്ച്വൽ വൈ ഐ ആണ് കാണിക്കുന്നത്. അതേസമയം എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് വൈ ഐ എഴുതിയാണെങ്കിൽ നമ്മൾ ഈ യു ഐ എഴുതേണ്ട കാര്യമില്ല. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സർ. സർ. ഓക്കെ. അപ്പൊ ഞാൻ ഇത്രയും ഇന്ന് എടുക്കുന്നുള്ളൂ. ഞാനിപ്പോ ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ എന്താന്ന് പറഞ്ഞു. കെ ജനറൽ കെ വേരിയബിൾ മോഡൽ എന്താന്ന് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. സിമ്പിൾ അല്ലേ? എന്താണ് ആരും ഒന്നും പ്രതികരിക്കാത്തത്? എന്ത് സിമ്പിൾ അല്ലേന്നാ സർ? അല്ല, ഇത്രയും ഇന്ന് എടുത്ത കാര്യങ്ങൾ വളരെ സിമ്പിൾ അല്ലേ എന്ന് ചോദിച്ചത്. സിമ്പിൾ ആണ്. ഓക്കെ, ശരി. സാർ മറ്റില്ലേ ഈ യു ഐ ഇല്ലേ ഇതിന്റെ അകത്ത് വൈ ഗീവൺ എക്സ് കെ ഐ എഴുതണോണ്ട് യു ഐ എഴുതണ്ടെന്ന് പറഞ്ഞില്ലേ? അത് അതെന്താ? ഇതെന്താണോ? അല്ല, വൈ ഗീവൺ എക്സ് കെ ഐ എഴുതണോണ്ട് യു ഐ എഴുതണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താ? അതിപ്പോഴാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? കണ്ടീഷണൽ വൈ. കണ്ടീഷണൽ വൈ ആണ് അല്ലേ? ടു വേരിയബിൾ റിഗ്രഷൻ മോഡലിൽ നമ്മൾ പഠിച്ചു ഓർക്കണ്ട. ടു വേരിയബിൾ റിഗ്രഷൻ മോഡലിൽ ഇപ്പൊ കാണിച്ചത് ആ പേജിൽ പേജ് ഇത് ഈ ടേബിൾ ഓർമ്മയുണ്ടല്ലോ. ടു വേരിയബിൾ ആണ്. ഇതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വൈ ഐസ് അല്ലേ? ഇതൊക്കെ ആക്ച്വൽ വൈ ഐ ആണ്. അതായത് 80 നേരെ 55 ഒരാൾക്കുണ്ട്. ഇത് ഒരു വൈ ഐ ആണ്. y1 എന്ന് വിളിക്കാം. ഇത് y2, y3, y4, y5. ഓക്കെ, ഇതെന്താണ്? ഇത് കണ്ടീഷണൽ മീൻ. ഇത് എഴുതാൻ നേരത്ത് നമ്മൾ യു ഐ എഴുതണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താണ്? ഇത് എഴുതാൻ നേരത്ത് ഇതിന്റെ കൂടെ നമ്മൾ യു ഐ കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്. കാരണം 65ന്റെ കൂടെ -10 കൂട്ടിയാലേ നമുക്ക് ഈ 55 കിട്ടുള്ളൂ. ഇതാണ് y1. y1 എഴുതാൻ നേരത്ത് നമ്മൾ യു ഐ എഴുതണം ഇതിന്റെ കൂടെ എഴുതാൻ നേരത്ത്. മനസ്സിലായില്ലേ? ഇനി y2 എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് എഴുതണം? ഇതിന്റെ കൂടെ നമ്മൾ യു ഐ എഴുതണം. അപ്പൊ y2 എന്ന് പറയുന്നത് y i ആണ്. i എന്ന് പറയുന്നത് 1 to 5 ആണ് ഇവിടെ. അപ്പൊ ഞാനിവിടെ എഴുതിക്കൊണ്ടിരുന്ന വെച്ചത്, അയ്യോ അത് പോയാ, ഞാൻ എഴുതിക്കൊണ്ടിരുന്നതെല്ലാം പോയിരുന്നു. കുഴപ്പമില്ല, പോട്ടെ. സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോ വൈ ഐ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് വൈ ഗിവൺ എക്സ് ഐയുടെ കൂടെ നമ്മൾ യു കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വൈ ഐ കിട്ടുള്ളൂ. അതായത് നമുക്ക് 55 കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ എക്സാമ്പിൾ 55 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 65ന്റെ കൂടെ -10 കൂടി കൂട്ടണം. അതാണ് അവിടുത്തെ യു ഐ. ഈ യു ഐ എങ്ങനെ കിട്ടി? യു ഐ എന്ന് പറയുന്നത് വൈ ഐ മൈനസ് വൈ ക്യാപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സാമ്പിൾ ആണെങ്കിലാണ്, യു ഐ ക്യാപ്പ് ആണെങ്കിലാണ് നമ്മളിവിടെ വൈ ക്യാപ്പ് എഴുതേണ്ടത്. ഓക്കെ, ഇത് സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ അല്ലേ? അപ്പൊ എന്ത് എഴുതണം? ഇങ്ങനെ തന്നെ എഴുതണം. എക്സ്പെക്ടഡ്. PRF SRF തമ്മിലുള്ള വ്യത്യാസമാണ് ഇപ്പൊ പറഞ്ഞത്. യു ഐ ക്യാപ്പ് ആണെങ്കിൽ ഓക്കെ, ശരി, വൈ ഐ ക്യാപ്പ് ആണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അല്ല, അത് സെയിം തന്നെയാണ്. നമ്മൾ സാമ്പിൾ എടുത്ത് എഴുതുമ്പോൾ ഉള്ള വ്യത്യാസം മാത്രമേ പറയുള്ളൂ. വൈ ഗിവൺ എക്സ് ഐ. ഇത് നമ്മൾ പോപ്പുലേഷൻ മുഴുവൻ കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് ഈ മീൻ കിട്ടുന്നത് അല്ലേ? അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് ആദ്യത്തെ ആളുടെ 55 ആണെങ്കിൽ -65. അപ്പൊ നമുക്ക് യു ഐ എത്ര കിട്ടി? U1. ഇത് 1 ആണെങ്കിൽ ഇത് U1 അല്ലേ? -10 കിട്ടി. അപ്പൊ നമ്മള്
YI എഴുതുകയാണെങ്കിൽ ഇതാണ് എഴുതുന്നതെങ്കിൽ ഇതിന്റെ കൂടെ നമ്മൾ UI കൂടി ചേർക്കണം. അതേസമയം ഇതാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ നേരെ കണ്ടീഷണൽ മീൻ ആണല്ലോ എഴുതുന്നത്. അപ്പൊ അതിൽ UI കാണിക്കേണ്ട കാര്യമില്ല. അത്രേ ഉള്ളൂ. ഓക്കെ സാർ. അതുകൊണ്ടാണ് നമ്മൾ ആ UIയുടെ കാര്യം. അപ്പൊ നമ്മുടെ വൈറ്റ് ബോർഡ് ക്ലീൻ ആയി കിട്ടി. ഞാൻ സാധാരണ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി.